ഡൽഹിയിലെ കോക്രോച്ച് പാർട്ടികളുടെ സമരത്തോട് ബി.ജെ.പി. നേതൃത്വവും കേന്ദ്ര സർക്കാരും പൂർണ്ണമായിട്ടും കീഴടങ്ങുകയായിരുന്നു എന്നുള്ളൊരു പ്രതീതി പൊതുവെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർക്കും അത്തരത്തിലൊരു വിട്ടുവീഴ്ച ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരും ബി.ജെ.പി. നേതൃത്വമൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാടാണ് ആദ്യം സ്വീകരിച്ചിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ആ നിലപാടിൽ നിന്ന് എന്തുകൊണ്ടാണ് ബി.ജെ.പി. പിറകോട്ട് പോയത് എന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ വരുന്ന ചോദ്യം. ഈ ഒരു അവസരത്തിൽ ഈ സമരത്തെ മുതലെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം നിരവധി പാർട്ടികൾ, പ്രത്യേകിച്ച് തീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, മുസ്ലിം ഗ്രൂപ്പുകൾ, അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഈ സമരത്തിന് പിന്തുണയുമായി വന്നെങ്കിലും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ് സമരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവസാന നിമിഷമാണ് കോൺഗ്രസ് സമരത്തിലേക്ക് എടുത്തു ചാടുന്നത്. അതായത് ജന്തർ മന്ദിറിൽ സമരം നടക്കുന്ന സമയത്ത് അവർ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയി ജനശ്രദ്ധ ആകർഷിക്കാനാണ് ശ്രമിച്ചത്. അപ്പം തങ്ങളുടെ സാന്നിധ്യം എവിടെ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. കോൺഗ്രസിനെ അനുകൂലിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ സമരത്തിന്റെ യഥാർത്ഥ അവകാശികളൊക്കെ ആരാണ്, ഈ സമരത്തെ നയിച്ചത് ആരാണ് എന്ന് പറയുന്ന സമയത്ത് 4-5 പേരിൽ രാഹുൽ ഗാന്ധിയുടെ പേര് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല സംഭവിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി ഈ സമരം നടക്കുന്ന സമയത്തൊക്കെ വിദേശത്തായിരുന്നു. കോൺഗ്രസിന് സംഘടനാപരമായിട്ട് അവരെ സഹായിക്കാൻ കഴിയുമായിരുന്നെങ്കിലും അതിനവർ മുതിർന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ശക്തമായിട്ട് തീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതുപോലെ തന്നെ CPM ഒക്കെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്നു, ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു, ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാരൊന്നും ഈ സമരത്തിന്റെ കൂടെ പോയിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിപക്ഷ പാർട്ടികൾ സമരം ഏറ്റെടുക്കാതിരുന്നിട്ട് പോലും BJP ഇത്രയധികം വിട്ടുവീഴ്ച ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പലരും പറഞ്ഞിരുന്നു ഇത് വിദേശ ശക്തികളുടെ ഒരു പിന്തുണയോടുകൂടി നടത്തിയ സമരമാണ്. ലോകം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നല്ല പ്രതിച്ഛായുള്ള സമയത്ത് ഇന്ത്യയിലും മോദിക്കെതിരായിട്ടുള്ള അതൃപ്തി പടർന്നു വരുന്നു എന്നുള്ളൊരു പ്രതീതി ഉളവാക്കാൻ ഇത് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകും ഈ സമരം കൊണ്ട്. അതുകൊണ്ടാണ് BJP എന്ത് വില കൊടുത്തും പെട്ടെന്ന് സമരം പിൻവലിക്കാൻ ശ്രമിച്ചത് എന്ന് പറയുന്ന ആളുകൾക്ക്. അതേ സമയത്ത് സമരം എന്ന് പറയുന്നത് ഒരു വലിയ ജനകീയ പിന്തുണയില്ലെങ്കിൽ പോലും സമരത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് BJP നേതൃത്വം മനസ്സിലാക്കിയിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു സമരത്തിൽ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ മുൻനിരയിൽ വരും. അതിൻ്റെ 2ാം ഘട്ടത്തിൽ ഇവരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത ആളുകളാണ്. പക്ഷേ പാർലമെന്ററി പൊളിറ്റിക്സിൽ ഇവർക്ക് വലിയ റോളുകളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള സർക്കാർ വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നതിൽ ഇവർക്ക് വലിയ മികവുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് BJPക്ക് മനസ്സിലാകുന്നത്. കാരണം BJP വിരുദ്ധരായിട്ടുള്ള എല്ലാ ആളുകളും ആ ആളുകളുടെയൊക്കെ പിന്തുണ ആർജിക്കാൻ ഇവർക്ക് ആ സമര സമയത്തെങ്കിലും കഴിയും. പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അവർക്ക് അതിൻ്റെ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും BJP വിരുദ്ധ രാഷ്ട്രീയം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു നിലപാടായിരുന്നു BJP നേതൃത്വം സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ വിദേശ ശക്തികളുടെ ഇടപെടലിനെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. സിഖ് തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ പരസ്യമായിട്ട് ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സുകളും ഒക്കെ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊക്കെ തന്നെ അറിയാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവരൊരു നിഷ്ക്രിയമായ നിലപാടെടുത്തത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ പാർലമെന്റ് മാർച്ച് നടത്തി അക്രമാസക്തമാകുക എന്നുള്ളൊരു നിലപാടായിരുന്നു ഇവരെ നയിച്ചിരുന്ന ആളുകൾ എടുത്തിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു സമരത്തിന്റെ മുൻനിരയിൽ കുറെ ചെറുപ്പക്കാരെ നിർത്തിയിരുന്നെങ്കിൽ പോലും അവരെ പിറകിൽ നിന്ന് നയിച്ചിരുന്നത് മറ്റു പല ശക്തികളുമായിരുന്നു. സമരം പിൻവലിച്ചില്ലെങ്കിൽ, കാരണം സമരക്കാരുടെയും കൂടി ആവശ്യം, സമര നേതൃത്വത്തിലെ ആളുകളുടെ ആവശ്യം രാജിവെക്കരുത് എന്ന് തന്നെയായിരുന്നു. കാരണം മന്ത്രി രാജിവെച്ചാൽ പിന്നെ അവർക്ക് സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം 3ാം ഘട്ട ചർച്ചയുടെ അവസാനത്തെ 3ാം ഘട്ട ചർച്ച വൈകുന്നേരം 3:30 മണിക്ക് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരുന്നു. അപ്പം അതോടുകൂടി സമരക്കാരുടെ എല്ലാ ആവശ്യവും അവരുടെ ഇല്ലാതാവുകയായിരുന്നു ചെയ്തിരുന്നത്. സമരക്കാർക്ക് വേണ്ടിയിരുന്നത് മന്ത്രി രാജിവെക്കാതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് സമരം ഉജ്ജ്വലമാക്കാൻ പറ്റുകയും പാർലമെന്റ് മാർച്ച് നടത്തുകയും അവിടെ അക്രമാസക്തമായ മാർച്ച് നടത്തി ഏതെങ്കിലും ഒരാൾ മരിക്കുകയാണെങ്കിൽ പോലും ലോക ശ്രദ്ധയിൽ അത് പിടിച്ചുകൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കാരണം ന്യൂയോർക്ക് ടൈംസ് പോലുള്ള അൽ ജസീറ പോലുള്ള പല മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഇത് നടത്തിക്കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കേവലം, ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കകത്ത് ഇതൊരു കേവലം നീറ്റ് പരീക്ഷ സംബന്ധിച്ച ഒരു മാർച്ചാണ്. കാരണം ആ പരീക്ഷയിൽ എഴുതുന്ന
വിദ്യാർത്ഥികളുടെ ഒരു കൺസേൺ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ പരീക്ഷയിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പരീക്ഷയിൽ 20 ലക്ഷത്തോളം പേർ എഴുതി, അതിൽ 11.5 ലക്ഷം പേർ പാസ്സായി അവരുടെ കോളേജുകളിൽ കോഴ്സിന് ചേരുന്നുള്ള നടപടികളൊക്കെ തുടർന്നു വരികയാണ്. പക്ഷേ എന്നാൽ പോലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസക്തമായ വിഷയമായിരുന്നു ഇന്ത്യക്കകത്ത്. പക്ഷെ പുറത്തെ സംബന്ധിച്ചിടത്തോളം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ ഒരു ജൻസി പ്രക്ഷോഭം നടക്കുന്നു. ഇപ്പൊ നേപ്പാളിൽ നടന്നതുപോലെ, ബംഗ്ലാദേശിൽ നടന്നതുപോലെ, ശ്രീലങ്കയിൽ നടന്നതുപോലെ ചെറുപ്പക്കാർ സർക്കാരിനെതിരെ തിരിയുന്നു. അങ്ങനെ ഒരു പ്രതീതി ഉളവാക്കാൻ ഈ സമരത്തിന് കഴിയുമായിരുന്നു. കാരണം ഒരു കലാപം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചു പേർക്കും വിചാരിച്ചാൽ കഴിയും. അവർ അക്രമാസക്തമാവുന്ന സമയത്ത് സ്വാഭാവികമായും പാർലമെന്റിന്റെ മുമ്പിലൊക്കെ ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷാ സന്നാഹമുള്ള പാർലമെന്റ് മുമ്പിലേക്ക് അവർ മാർച്ച് ചെയ്യും. ഈ പാർലമെന്റ് അടുത്തെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവിടെ അക്രമാസക്തമായ സമരം നടത്തുന്ന സമയത്ത് പോലീസിന് ലാത്തി അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തേണ്ടി വരും. ആ ബലപ്രയോഗത്തിൽ ആരെങ്കിലുമൊക്കെ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനുള്ള അകത്തുള്ള ആളുകൾക്ക് തന്നെ കല്ലെറിയാം. ആ കല്ലേറിൽ മരിച്ചാൽ മതി, പോലീസിന്റെ ലാത്തി കൊണ്ട് മരിക്കണമെന്നില്ല. അപ്പൊ കല്ലേറിൽ മരിച്ചാലും അത് പോലീസ് അതിക്രമത്തിൽ മരിച്ചു എന്നാകും. അപ്പൊ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി ഇന്ത്യയിൽ കലാപമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പിറകിലുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ സമരം അവസാനിപ്പിച്ചത്. മന്ത്രി രാജി പ്രഖ്യാപിച്ചിട്ടും ഈ സമരം നീളുമോ എന്നൊരു സൂചന ഉണ്ടായിരുന്നു. കാരണം സമരക്കാർക്കെതിരെ കേസുകൾ എടുക്കരുത് എന്നുള്ളതായിരുന്നു ആവശ്യം. ഇക്കാര്യത്തിനകത്തും സർക്കാർ വലിയ വിട്ടുവീഴ്ചയാണ് ചെയ്തത്. പാർട്ടി അനുഭാവികളെ പോലും സ്തബ്ധരാക്കിക്കൊണ്ടാണ് കേസുകളൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. എന്നാൽ പോലും ചില കേസുകൾ ഇപ്പോഴും എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. നേരത്തെ എടുത്തിരുന്ന എഫ്ഐആറുകൾ പ്രൊസീഡ് ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തു തന്നെയായാലും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നീക്കമാണ്. പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കും അത് പൂർണ്ണമായിട്ട് ദഹിച്ചില്ലെങ്കിൽ പോലും വലിയൊരു മൂവ്മെന്റായി ഇതിനെ മാറ്റിയെടുക്കാൻ. കാരണം ഇത് ഈ ഒരു വിഷയത്തിൽ ഈ സമരം അവസാനിച്ചില്ലെങ്കിൽ മറ്റ് പല ഇഷ്യൂസിന്റെ പേരിലും അവർക്ക് സമരം ചെയ്യാൻ പറ്റും. അതിനുള്ള സൂചനകളൊക്കെ തന്നെ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ സമരത്തെ അവസാനിപ്പിക്കാൻ സർക്കാരിന് ശ്രമിച്ചത്. അതുപോലെ തന്നെ സർക്കാരിന് മുമ്പിൽ മറ്റു പല അജണ്ടകളുണ്ട്. അതായത് പൊതുവായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭകളിലേക്കും അതേപോലെ തന്നെ ലോക്സഭയിലേക്കൊക്കെ ഒരേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക. അതുപോലെ തന്നെ വനിതാ സംവരണ ബില്ല്, മണ്ഡലം പുനർനിർണയം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനുവേണ്ടി പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരിക. അങ്ങനെ വിവിധ അജണ്ടകളുമായിട്ട് സർക്കാർ നിൽക്കുന്ന സമയത്ത് ആ അജണ്ടയിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി സർക്കാരിന് ഇതൊക്കെ ഒരു വിട്ടുവീഴ്ച ആവശ്യമായിരുന്നു. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പാർട്ടി അണികൾക്ക് അത് ദഹിക്കുന്നില്ലെങ്കിൽ പോലും വളരെ തന്ത്രപൂർവമായ ഒരു സമീപനമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെത്. അതോടുകൂടി തന്നെ ഇനി സമരക്കാർക്ക് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ഇനി അവർക്ക് ഒരുപക്ഷെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവേണ്ടി വരും. ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പഞ്ചാബിലെ പരീക്ഷാ തട്ടിപ്പിനെ കുറിച്ച് സമരം ചെയ്യേണ്ടി വരും എന്നാണ്. നേരത്തെ തന്നെ മാധ്യമ പ്രവർത്തകർ പലതവണ CJP നേതാക്കളോട് ചോദിച്ചിരുന്നു. പഞ്ചാബിൽ വലിയ ഫാർമസി തട്ടിപ്പൊക്കെ നടന്നിരിക്കുന്നു, പ്രവേശന പരീക്ഷാ തട്ടിപ്പ് നടന്നിരിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്ന ചോദ്യം ചോദിച്ചിരുന്നു. പലരും ആരോപിച്ചിരുന്നത് CJPയെ പിന്തുണയ്ക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ് അവിടെ നടക്കുന്നത്. അവിടെ ശുചീകരണ തൊഴിലാളികൾക്ക് സ്ത്രീകളായ ശുചീകരണ തൊഴിലാളികൾക്ക് നേരെ വരെ ലാത്തിച്ചാർജ് നടക്കുന്നു, കർഷകർക്ക് നേരെ മർദ്ദനം നടക്കുന്നു, ഇത്തരത്തിലുള്ള പരീക്ഷാ തട്ടിപ്പുകൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ അത്തരത്തിലൊരു നിലപാടിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതായത് പഞ്ചാബിലെ പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ചായിരിക്കും ഇനി ഇവർ സമരം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ സമരക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒരു നേട്ടമായി ഇപ്പോൾ എടുത്തു കാണാൻ കഴിയുന്നത്.